ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നേക്കുന്ന ഗ്രാനി സീരീസ് ഫുള്ളും കളിച്ചു തീർക്കാനാണ്. എസ്കേപ്പ് ചെയ്യണം അമ്മമ്മയ്ക്ക്. ഗ്രാനി തള്ളയുടെ പോകുമ്പോയിരുന്നു വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. എന്നാൽ ഈ ഡ്രോയർ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ബെല്ലൈക്കൺ അടിച്ചു ഓടിക്കുക. ഇതിനകത്ത് ലീവ് ദിസ് ഹോമോ അതിനകത്ത് തോന്നുന്നില്ല. നമുക്ക് പെട്ടെന്ന് പോകാം. ചിലപ്പോൾ നമുക്ക് ഞാൻ മുമ്പേ കട്ടിൻ്റെ അടി ഒളിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരിപ്പം വന്നെങ്കിലും എന്ന് വെച്ചാൽ ഒളിച്ച് ഇന്ന് ഇതിൻ്റെ അടിയിലോട്ടൊക്കെ വഴിയുണ്ട്. ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ അടി ഇതെന്തുവാ? അതുകൊണ്ട് തള്ള പോയി. നമുക്ക് എന്നിട്ടോട് പോവാം. നമ്മുടെ അപ്പുറത്തോട്ട് പോവാം. കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ടേ. നമ്മളെ തിരയുക. നമുക്ക് എല്ലാം അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. അടിയിലോട്ടെന്തോ വഴിയുണ്ട്. എനിക്കൊന്ന് അവിടെ കാറൊക്കെ കിടക്കുന്ന സ്ഥലം. നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. മണിയൊക്കെ തൂക്കിയിട്ടേക്ക്. തട്ടുമ്പോൾ മണി അറിയാം. ഫുൾ കണി വെച്ചേക്കോട്ടു തള്ള. ഇതിനകത്തൊന്ന് നോക്കാം. ഇതിനകത്ത് ഒളിച്ചിരിക്കാനും പറ്റുമേ. ഇത് ശബ്ദം വേണത്തുണ്ട്. നമുക്ക് വരുക. കഥ ഇപ്പം ഇറങ്ങി വരുമായിരിക്കും. തള്ള ഇപ്പം ഇറങ്ങി വരാതിരിക്കാം. വരിയൊന്നുമില്ല. തള്ള ഇപ്പം ഇറങ്ങി വരും ഉറപ്പാണ്. ലൈക്ക് ടാർഗറ്റ് 50K അല്ലേ മുമ്പേ പറഞ്ഞില്ലേ? അത് വെച്ച് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണേ. വരുന്നില്ലല്ലോ. അത് ഇവിടുത്തെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് നിങ്ങളൊന്നും വിചാരിക്കില്ലേ. ഇവിടുത്തെ ശബ്ദമാണ്. തള്ള കാണുന്നില്ലൂടെ. തള്ള മേളിലോട്ടല്ലേ പോയപ്പോൾ കാണുന്നൊന്നുമില്ല. ഞാൻ തള്ള മേളിലോട്ടല്ലേടോ പോയി. തള്ള താരം ഒന്ന് അയ്യോ ശബ്ദം കിട്ടി. ശബ്ദം വീണ്. തള്ള വരുമായിരിക്കും. അയ്യോ തള്ള തള്ള കണ്ട് സുഹൃത്തുക്കളെ, നല്ല ഗെയിമാണ്. കളിച്ചു നോക്കി അടിപൊളി. ഈ വിടവിലോട്ട് ഒളിക്കാൻ പെട്ടെന്ന് ഒളിക്കണം. ഈ താഴെ വിടവ് ഒളിക്കാൻ സ്ഥലമുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അതുള്ളൂ. അമ്പത്തെ നല്ല പോയി വന്ന് കളിക്കൂടെ. അവിടെ നിൽപ്പുണ്ടേ. ഞാൻ ഗ്രാനി ചാപ്റ്റർ 2, ഗ്രാനി ചാപ്റ്റർ 3യും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ. അത് നിങ്ങൾ കാണണം. അതിൻ്റെ ലൈക്സ് ടാർഗറ്റ് അന്നേരം പറയും. നമുക്ക് മെല്ലെ അവിടെ പോകും. അയ്യോ എന്തോ ശബ്ദം കേട്ടു. ഒളിക്കണം. വിളിച്ചൊളിച്ചോണ്ടിരിക്കുന്നു. ശിശു വണ്ടി വരുന്നത്. പിന്നെ എന്താണ് കളിക്കുന്നത്? ഇവർക്ക് എന്ത് വട്ടാണ്? നമ്മളെ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിൽക്കണം. അതാണ് ഫ്രണ്ടിലോട്ട് പോയാൽ അവർ കൊണ്ടുപോകും. അയ്യോ അതുകൊണ്ട് വരും. അവിടെ തിരവ്. സുഹൃത്തുക്കളെ, എന്താകുമെന്ന് ഒരു പിടിയില്ല. നമുക്ക് കളിച്ച് പോകാം. ഒന്നും എന്താണെന്നൊരു പിടിയില്ല. ഇതൊന്നും സാധനമൊന്നും താരക്കളയില്ല. ഇതൊന്നും പോയാൽ ഒത്തിരി പോയിട്ടുള്ളേ. ഈ ഡ്രോയറിൽ തപ്പേ ഇതിനകത്തൊന്നുമില്ല. അട പിന്നെ ആ ഡ്രോയറില്ലെന്നോട് ഇതൊന്ന് പോയി നോക്കാം. വെപ്പൺ കീ. അതിനിടെ വെപ്പൺ കീ കിട്ടണം. വെപ്പൺ കീ ഇപ്പോൾ തള്ളയുടെ മുറിയിലേക്കാണ് വെപ്പൺ കീ. അവിടം വരെ പോകാനൊക്കെ തള്ള ഇടയ്ക്ക് കയറി വന്നെങ്കിൽ തീർന്നു. നമ്മൾ ഈ ഗെയിം കളിക്കണം. അതുകൊണ്ട് നമുക്കിത് ചെയ്തേ പറ്റൂ. ഇതിനകത്ത് കാണുമായിരിക്കും. ഇതിനകത്തില്ല. അടച്ചോ. അടയ്ക്കണ്ട. ഇതിനകത്തോ വെപ്പൺ കീ ഇതിനകത്താണ്. നമ്മളെ അടിച്ചിടണം. നമുക്ക് പോയി വെപ്പൺ എടുക്കാം. യെസ്, വെപ്പൺ കിട്ടി. വെപ്പൺ എടുക്കാൻ പോവാം. ഇതിനകത്തല്ലായിരുന്നു. അയ്യോ നമ്മൾ കറക്റ്റ് വെപ്പൺ എടുത്തപ്പോൾ തള്ളയാണ്. അടിച്ചിട്ടോ. മാറിക്കോളെ വരുന്നു. മാറിക്കോളെ.
ചേട്ടാ നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി ഇനി വീട് ഫുള്ള് നമുക്ക് അയച്ചു കൊടുക്കണം. 1 മിനിറ്റേ ഉള്ളൂ. അതിനകത്തോട്ട് പോകണ്ട, അതിനകത്തോട്ട് നമുക്ക് പിന്നെ പോകാം. 1 മിനിറ്റേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് എലി കടിച്ച് എലി എലി നല്ല സാധനം തരും. വെപ്പണ് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും നോക്കാം. ഇന്നത്തെ പ്ലെയറുണ്ട്, കട്ടിങ് പ്ലെയറുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇടാം. എല്ലാം കൂടെ ഒരിടത്ത് കൂട്ടില്ല. ഇതെന്തുവാ സാധനം? അതൊന്നുമില്ല. നമുക്ക് കിച്ചൺ ഫുള്ള് നോക്കണം. കിച്ചണ ഇതെടുത്തേക്കാം. നല്ല ചിലപ്പോൾ വന്നെങ്കിൽ തീർന്നു. ഇതിനകത്ത് അതില്ല, ഇതിനകത്തൊന്നില്ല. ഇനി എന്തൊക്കെ ഒരു കിണ്ടിയില്ല, ഒരിടത്ത് ഒരു കിണ്ടിയില്ല ഇതിനകത്ത്. ഇതെന്തിന് ഇത്രയും വലിയ വീടുണ്ടായിട്ട് ഒരു കിണ്ടിയില്ല? തള്ള വരുന്നുണ്ട്. ഇതേ കൂടെ ചാടി നോക്കാം. നമ്മളിപ്പോൾ എന്തിനും തള്ള ചത്ത് കൊന്ന് എന്താ ഏഴാ കൂടണം. ഡേ 2 ഇപ്രാവശ്യമെങ്കിലും നമ്മൾ കളിച്ചേ പറ്റി. നേരത്തെ പോയി എന്തോ പറയാ, തള്ള അന്നേരം വന്ന് കൊന്നു. എന്തോത്തിൻ്റെ കേടാണെന്ന് അവർക്കറിയാം. നമുക്ക് ഒന്നുകൂടെ കളിക്കാം. സാധനം ഒന്നും തട്ടി താരിടല്. മെല്ലെ പോവാം. ചാടണ്ട, തള്ള വന്നാ ചത്ത്. നമുക്ക് ഈ വെപ്പം എടുക്കണ്ടേ? ഇതെടുക്കാം. കിട്ടുന്നു. ഓടാൻ പറ്റില്ല. എന്തുവാടാ ഇത്? തള്ള കൊല്ലുവാണല്ലോ. ഓടാൻ പറ്റിയില്ല. എന്തോ തടഞ്ഞു ഇന്നെന്ന് തോന്നുന്നു. എന്തോ അതാ ഓടാനും പറ്റില്ല. ഡേ 3 പ്രാവശ്യം എന്തോ ആയിത്തീരുമെന്ന് ആർക്കറിയാം. നമുക്ക് എണ്ണിക്കാം, മെല്ലെ എണ്ണിക്കാം. പെട്ടെന്ന് എണ്ണിക്കല്ലേ. ഞാൻ തള്ള വന്നാൽ അതിനെ പിന്നെ കത്തം നന്നെ പറയും. എന്താ പറ്റി? ജസ്റ്റ് ഒന്ന് ബാക്ക് അടിഞ്ഞു പോയത് കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ. നമുക്ക് മെല്ലെ അങ്ങ് പോവാം. നേരെ മുണ്ടും പൊക്കി ഓടിക്കോ. കണ്ടം പറ്റും. നമ്മൾ കണ്ടേ ഇവിടെ ആരോട് വിളിക്കാൻ സ്ഥലമുണ്ട്. ഇപ്പം നമ്മൾ വിളിക്കും. കാർ ഗ്യാരേജിൽ അങ്ങനെ സ്ഥലം ഇല്ലെന്ന്. ഇപ്പം ഇവിടെ വിളിക്കാം. ഇപ്പം വരുമ്പോഴാ അവർ ഗ്യാനി മുസ്തച്ചിടായിരുന്നു. ഒരക്ഷരം ഭയങ്കര പാടാണ്. ചത്ത് ചുവ ഖത്തം. ഡേ 4 കളിക്കിന്. ഡേ 4 പ്രാവശ്യം ആർക്കറിയാം. എനിക്ക് ഫുള്ളും ചോരയാണ്. മുഖത്തെല്ലാം ചോരയാണ്. എനിക്കറിയാതെ തള്ള 5-ാമത്തെ ദിവസമേ കൊല്ലത്തുള്ളൂ. ഇതെനിക്കൊരു കൺഫ്യൂഷൻ. തള്ള 5-ാമത്തെ ദിവസമേ കൊല്ലത്തുള്ളൂ. ഇപ്പം ബാക്കിയുള്ളത് തള്ളേൻ്റെ ഇവരെ അടിച്ച് കൊല്ലും. വെപ്പം കീഴുണ്ട്. വെപ്പണം അവിടെ ഇട്ടേക്കല്ലേ. നമ്മളെന്തിനും ഇവിടെ വന്നു. എന്തെങ്കിലും നമുക്ക് പോയി രക്ഷപ്പെടാൻ. ഡേ 5 കൂടെ ഇനി പോയി. പിന്നെ ഡേ 5 കൂടെ പോയി. ഉള്ള വരുന്നുണ്ട് ഇല്ലെന്ന് തോന്നുന്നു. ക്രോസ് ബോ എടുക്കാൻ നമുക്ക് താഴെ പോകണം. വെപ്പണേ എടുക്കാൻ നമുക്കിനി താഴെ പോകണം. ഇല്ലല്ലോ, തള്ള ഇല്ലല്ലോ. തള്ള കാണല്ലേ ദൈവമേ. പീസ് ഓഫ് പെയിൻറ്റിങ് അപ്പുറത്തിരിപ്പുണ്ട്. ഇപ്പം പെയിൻറ്റിങ് അല്ല ആവശ്യം, വെപ്പൺ ആവശ്യം.
എപ്പം കിട്ടി അടിച്ചിടാം. അയ്യോ കണ്ട് കണ്ട് ചെമ്മ. അയ്യോ അടിയിലൂടെ നോക്കല്ലേ, കണ്ടില്ല. ചിലതൊക്കെ തള്ള അടിയിലോട്ട് നോക്കാറുണ്ട്. പെട്ടെന്ന് തള്ള പോകുന്നുണ്ട് തള്ള അങ്ങോട്ടാ പോയിട്ട്. രക്ഷയില്ല, കണ്ടെന്നു. ഇനി നമ്മൾ ചവറ ഇനി ഒരുമിച്ച് അല്ല, നമുക്കിനി ചാവും. കണ്ട അങ്ങോട്ടാ പോയി. എണീറ്റാലോ? എണീക്കാം. അല്ലേ വേണ്ട, കുറച്ച് ഏരിയ എണീക്കാൻ. നമുക്ക് നോക്കിയിട്ട് അന്തരീക്ഷമൊക്കെ നല്ല ബെറ്ററാണോ നോക്കിയിട്ട് നമുക്ക് എണീക്കാം. അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ വരുത്തി വെച്ച അപകടമായിരിക്കും. അത്രയും മണ്ടത്തിലൊന്നും നമ്മൾ ഈ ഗെയിമിൽ കാണിക്കാൻ പാടില്ല. എന്നിട്ട് പോയി നോക്കാം. ഞാൻ കാണുന്നില്ലല്ലോ. എൻ്റെ അടിയിൽ എന്തോ ശബ്ദം കേട്ടില്ല, അതുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, വരും. പോകുന്നുണ്ട്. നമ്മൾ മെല്ലെ എണീക്കാം. അവരങ്ങോട്ടാ പോയി. എണീക്കാം. കണ്ടില്ല. അവർ താഴോട്ട് പോവുക. അവരവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. ഉറപ്പാ കെണിയിട്ടേ പോവുമല്ലേ, നമുക്ക് പണിഞ്ഞിട്ടേ പോവും. വീട്ടിൽ എലിയുണ്ടേ. ഞാൻ ഇതിനകത്ത് നൈറ്റ് ഗ്രാം സെറ്റ് ചെയ്ത് വെച്ച്, നൈറ്റ് ഗ്രാം സെറ്റിങ്സിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഈ ബാത്റൂമിൽ നോക്കാം. കക്കൂസിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അതിനകത്തൊന്നുമില്ല. ചത്ത്. എന്തുവാ പണി, 8ൻ്റെ പണി കിട്ടുക. വെള്ളത്തിൽ പണി കിട്ടി. Day 5 കളിക്കാം. ഓക്കെ, എണീക്കാം. എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എണീക്കാം. കോൺഫിഡൻസോട് കളിക്കും. നമ്മളിപ്പോൾ Day 5 അല്ലേ, അതിനകത്തൊന്നും കാണത്തില്ലേ? തളെ കാണുന്നില്ല. നമുക്ക് ഇതിനകത്തോട്ട് നോക്കാം. ഇതിനകത്ത് വല്ലതും ഉണ്ടെങ്കിലും. ചത്ത് കെണിയായിരുന്നു. എന്തോ പറയാനാ, കെണിയായിരുന്നു. ഗെയിം ഓവറായി കാണും. എന്തോ പറയാം. നമ്മളെന്നാ ഗെയിംസ് ഇനിയൊന്നും അറിയത്തില്ല. ഗെയിംസ് എന്തായാലും നമ്മളെ അറക്കാൻ പോകണം. വല്ലാത്ത പണിയായിപ്പോയി. 8ൻ്റെ പണി കിട്ടി. ഗെയിം ഓവർ. അപ്പം എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഗെയിമിനെ കുറിച്ചൊന്നും പറയാനില്ല, അത്രയും. പക്ഷേ ഞാൻ ഇപ്പം എനിക്ക് പറയാനെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ കളി. നമ്മളെക്കാളും ഭയങ്കര സ്പീഡിലാണ് ഗൈസ് വീഡിയോ വരുന്നത്. ചിലവർക്കൊക്കെ ഇത് കളിക്കാനേ പറ്റത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെ എല്ലാവരും കളിക്കാം. പക്ഷേ ചിലവർക്കൊക്കെ ഇപ്പം പിടിക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ ഇത് കളിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പം പറയുന്നത് നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ, അടുത്ത വീഡിയോ കണ്ടൊരു പാർട്ട് 2 വീഡിയോ ഞാൻ എന്തായാലും ഇറങ്ങുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണാം. അതിലെന്തായാലും നമ്മൾ എസ്കേപ്പ് ആവും. അല്ലെങ്കിൽ കാർ വഴി എസ്കേപ്പ് ആവും, മെയിൻ ഡോർ വഴി എസ്കേപ്പ് ആവും, വേറൊരു വഴിയും കൂടെ എസ്കേപ്പ് ആവും. അതിപ്പോൾ പറയുന്നില്ല, അടുത്ത പാർട്ട് ഞാൻ പിന്നിടാം. പിന്നെ എൻ്റെ ചാപ്റ്റർ 2 ചാപ്റ്റർ 3 ഞാൻ എടുക്കും. അപ്പോൾ നിങ്ങളതെല്ലാം കാണണം. അപ്പം പീസ് അപ്പ്.